എറണാകുളം മഹാരാജാസ് ഹോസ്റ്റൽ കോമ്പൗണ്ടിലേക്ക് പോകാം. വിഷ്ണു സുരേഷ് അവിടെ ഉണ്ട്. വിഷ്ണു, പാമ്പ് ഇറങ്ങിയോ? ഓ, എവിടെ ഉറങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ അവിടെ ഇരുന്ന്. ഹാഷ്മി, പാമ്പ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഓപ്പറേഷൻ മലമ്പാമ്പ് ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഇവിടെ അല്പസമയത്തിനകം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. പാമ്പ് നേരത്തെ ഉണ്ടായിരുന്ന പ്രദേശത്ത് നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. ഈ റെസ്ക്യൂ വന്ന ആള് രാവിലെ 9:30 മുതൽ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പാമ്പ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാമ്പ് താഴേക്ക് ഇറങ്ങണമെങ്കിൽ അതിനെ റെസ്ക്യൂ ചെയ്യണമെങ്കിൽ പാമ്പ് കൂടി മനസ്സ് വിചാരിക്കണം, അല്ലാതെ ഒരു പരിപാടി നടക്കില്ല എന്നാണ് ഇവിടുത്തെ റെസ്ക്യൂ ഓപ്പറേറ്ററൊക്കെ ഈ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി വന്നിരിക്കുന്ന ആള് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഏകദേശം 9:30 മണിക്കാണ് പാമ്പ് മരത്തിൽ കാണപ്പെടുന്നത്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ പിന്നിടുന്നു. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും റെസ്ക്യൂവിന്റെ ഒരു നടപടിയും ആരംഭിക്കാനായിട്ടില്ല. ആളുകൾ ഇങ്ങനെ ഈ ബസ്സിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളും അതോടൊപ്പം ഓട്ടോറിക്ഷയിലൂടെയൊക്കെ വാഹനം യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഇത് കണ്ടിട്ട് ഇത് പ്രദേശത്തേക്ക് വന്ന് ഇത് കണ്ട് വലിയൊരു കൗതുകത്തോടെ നോക്കി കാണുകയാണ്. അപ്പോഴും പാമ്പ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. താഴേക്ക് ഇറങ്ങി വരൂ എന്ന് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന ആളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ചേട്ടാ, ഇത് എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ? എന്തെങ്കിലും സാധ്യതയുണ്ടോ? കുറച്ചുകൂടി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഫയർഫോഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധനം ഇറക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഫയർഫോഴ്സിനോട് ബന്ധപ്പെട്ടിരുന്നു? അവർ ഓൾറെഡി നമ്പർ തന്നിട്ടുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വരും. വനംവകുപ്പ് പിന്നെ നമ്മൾ തന്നെ പിടിച്ച് അതിനെ കൊണ്ടുപോകണമല്ലേ. നമ്മൾ അതിന്റെ വനംവകുപ്പിന്റെ ആൾക്കാർ തന്നെയാണ് നമ്മൾ. പാമ്പ് തന്നെ വിചാരിക്കണം, അല്ലാതെ പരിപാടി നടക്കില്ല. അതെ അതെ അതെ, ഒന്ന് താഴത്തേക്ക് ഇറങ്ങണം ഒരു പൊടിക്ക്. ആശ്വി, അതാണ്, പാമ്പ് തന്നെ വിചാരിക്കണം, അല്ലാതെ ഇതിന്റെ ഓപ്പറേഷൻ പരിപാടികളൊന്നും നടക്കില്ല. അതെ, ചേട്ടൻ പറഞ്ഞ ഒരു പൊടിക്ക് നാട്ടറുകളാ കുട്ട എന്നാ പറയുന്നത് പാമ്പിനോട്. അതെല്ലാം നിവൃത്തിയില്ല, ഇറങ്ങിയാലേ നടക്കുള്ളൂ വിഷ്ണു. അതെ, ഒന്ന് ഇറങ്ങി വാ മോനെ എന്നാണ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഇറങ്ങി വാ മോനെ എന്ന് ചേട്ടൻ 9 തൊട്ട് പറയുന്നുണ്ട്. പക്ഷെ പാമ്പ് ഒന്നും മൈൻഡ് ചെയ്യാതെ ഇതിന്റെ മുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തോ ഇവിടുത്തെ ഒരു ഷോ സ്റ്റോപ്പറായി മാറിയിട്ടുണ്ട്. എല്ലാവരും വന്ന് കണ്ട് വളരെ കൗതുകത്തോടുകൂടി ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ പോവുകയാണ്. ഇതിനെപ്പോ താഴെ ഇറക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഫയർഫോഴ്സിനും ഇതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സിന് പോലും ഇടപെടണമെങ്കിൽ പാമ്പ് തന്നെ വിചാരിക്കണം. പാമ്പ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ആളുകളെ ചെറിയ പാമ്പല്ല, തലയോടെ വാലയോടെ പോലും കാണാൻ പറ്റും. അത്യാവശ്യം നീളമുള്ള വലിയ പാമ്പാട്ടോ അത്, അല്ലേ? അത്യാവശ്യം വലിയ പാമ്പ്. സാധാരണ നമ്മൾ ഈ കാണുന്ന പെരുമ്പാമ്പ് പോലെ അല്ല, നല്ല നീളവും വണ്ണവും ഒക്കെ ഉള്ള നല്ല ഒത്തൊരു പാമ്പാണ് വിഷ്ണു. കാശ്മീർ ഒരു 12 അടിയോളം നീളമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ കൂടിയാലേ ഉള്ളൂ, അതിലെന്തായാലും കുറയില്ല, നല്ല വണ്ണവും ഉണ്ട്. ഇന്നലെ രാവിലെ ഇവിടെ ഈ ക്ലീനിങ്ങും നടപടിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇതിനെ കണ്ടതാണ് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അപ്പോൾ ഇന്നലെ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയാണ് ഇന്ന് താഴെ ഈ രാവിലെ ഈ മരത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 1 മണിക്കൂർ കൊണ്ടാണ് ഫയർഫോഴ്സിന്റെ യൂണിറ്റ് എത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരിനി എന്ത് നടപടി സ്വീകരിക്കും എന്നാണ് അറിയാനുള്ളത്. കൊച്ചിയിൽ നിന്ന് ഗാന്ധിനഗറിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് ആണ്. അപ്പോൾ അവരിങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ലാഡർ അടക്കമുള്ള വസ്തുക്കളായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ എന്നുള്ളത് പ്രധാനമാണ്. ഇത് വലിയൊരു ശ്രമകരമായ ദൌത്യമാണ്. കാരണം മുകളിലേക്ക് കയറിയാൽ പാമ്പ് താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അതുകൂടി ശ്രദ്ധ പുലർത്തിയായിരിക്കും റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുക. ഏകദേശം 8ഓളം വരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പാമ്പിന് വേണ്ടി അല്ല വിഷ്ണു, എന്ത് പറഞ്ഞാലേ ഈ ഫയർഫോഴ്സിന്റെ കയ്യിലൊക്കെ നീളം കമ്പുകളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ഒരു കമ്പൗണ്ട് കുത്തി വേദനിപ്പിക്കണ്ട, പക്ഷെ ഒന്ന് ശല്യപ്പെടുത്തി താഴോട്ടേക്കാനുള്ള പരിപാടിയൊക്കെ വേണേൽ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇപ്പോൾ ആ പാമ്പ് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ച് നിൽക്കാൻ പറ്റുമോ? വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, വേണമെങ്കിൽ ചക്ക വേലിലും കഴിക്കും എന്നല്ലേ? നിലവിൽ അവർ അതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലൊക്കെ നടത്തുകയാണ്. ലാഡർ അടക്കം അകത്തേക്ക് കയറ്റണം. ഇതിനകത്തേക്ക് ലാഡർ കയറ്റുന്നതിലും പ്രശ്നമുണ്ട്. കാരണം ഇതൊരു മതിൽക്കെട്ടാണ്. അതിനകത്തേക്ക് വാഹനം കയറ്റി അത് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ലാഡർ വളച്ച്, അതായത് റോഡിൽ നിന്ന് തന്നെ ലാഡർ അങ്ങോട്ടേക്ക് എത്തിച്ച് ഇതിൽ ഏതെങ്കിലും ശിഖരത്തിൽ കയറി പോകാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.